ഹൈ ഡിയേഴ്സ്, സൈലന്റ് എജി എക്സാമിന്റെ മറ്റൊരു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് K1, K2 എക്സാമുകൾക്കൊക്കെ വരുന്ന മാത്തമാറ്റിക്സിലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോർഷനിൽ K1 നിന്നും K2 നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകും. അപ്പൊ അവസാനം വരെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ നമുക്ക് പറയാം, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കലാണ് ആദ്യത്തെ കാര്യം. അപ്പൊ അതിൽ ഒന്നാമത്തെ റിലേഷൻ നോക്കാം. വേഗത, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ദൂരം ബൈ സമയമാണ്. സമയം കാണാനുള്ള ഇക്വേഷൻ ദൂരം ബൈ വേഗതയാണ്. ദൂരം കാണാനുള്ള ഇക്വേഷൻ വേഗത ബൈ സമയമാണ്. അപ്പൊ നിങ്ങൾ എക്സാമിന്റെ സമയത്ത് ഇതിൽ ആരൊക്കെയാണ് എന്ന് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് ആ ട്രയാങ്കിളിനെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 3 പാർട്സ് ആയി തിരിക്കുന്നു. മുകളിൽ ഡി നിട്ട് കൊടുക്കുന്നു, താഴെ എസ്, ഇവിടെ ടി നിട്ട് കൊടുക്കുന്നു. ഇത് വായിക്കുക DST ട്രയാങ്കിൾ എന്നായി ട്രയാങ്കിളിനെ വിളിക്കാം. അപ്പൊ DST ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ഫോർമുലാസ് ഒക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫോർമുല ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു DST ട്രയാങ്കിൾ വരച്ചിട്ട് ആ ഫോർമുല സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും. എന്താ DST ട്രയാങ്കിളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ഇവിടെ നോക്കിയാൽ മനസ്സിലായിരിക്കും. D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, ദൂരം, S എന്ന് പറഞ്ഞ സ്പീഡ്, വേഗത, T എന്ന് പറഞ്ഞ ടൈം, സമയം. അപ്പൊ ഇവിടെ തന്നെ കിട്ടും ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. വേഗത, സ്പീഡ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതിൽ നിന്ന് തന്നെ നമുക്ക് 3 പറയാൻ പറ്റും. അപ്പൊ DST ട്രയാങ്കിൾ വരച്ചാൽ എല്ലാം കിട്ടും. സ്പീഡ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല സ്പീഡ് ഇൻറ്റു ടൈം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് ഇവരുടെ യൂണിറ്റുകളാണ്. മെയിൻ ആയിട്ട് ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം എന്നിവയ്ക്ക് വരുന്ന യൂണിറ്റുകൾ ആരാണ് എന്നുള്ള കാര്യം നോക്കാം. ശ്രദ്ധിച്ചോ. ആദ്യം ഡിസ്റ്റൻസ് അഥവാ ദൂരം, അതിന്റെ യൂണിറ്റുകൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത് കിലോമീറ്ററും മീറ്ററിലുമാണ് യൂണിറ്റ് പറയാം. അതുപോലെ തന്നെ സമയം അഥവാ ടൈം, ഇതിന്റെ യൂണിറ്റ് സാധാരണയായിട്ട് പറയാറുള്ളത് ഹവറിലും അതുപോലെ തന്നെ സെക്കൻഡിലുമാണ്. ചില സമയത്ത് മിനിറ്റിലും യൂസ് ചെയ്യാറുണ്ട്. സ്പീഡ് അഥവാ സ്പീഡ്, വേഗതയുടെ യൂണിറ്റ് 2 രീതിയിൽ പറയാറുണ്ട്. കിലോമീറ്റർ പെർ ഹവറിലും പറയാറുണ്ട്, മീറ്റർ പെർ സെക്കൻഡിലും പറയാറുണ്ട്. അപ്പൊ ഇതാണ് അവരുടെ യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ഒരുപാട് ഉത്തരങ്ങൾ സമയം, ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തെറ്റാറുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക. ഡിസ്റ്റൻസ്, ദൂരത്തിന്റെ യൂണിറ്റുകൾ കിലോമീറ്റർ, മീറ്റർ. സമയം, ടൈമിന്റെ യൂണിറ്റുകൾ ഹവറും സെക്കൻഡും ആണ്. സ്പീഡിന്റെ യൂണിറ്റുകൾ കിലോമീറ്റർ പെർ ഹവറോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡോ. ഇവിടെ പേരായിട്ട് ഓർത്തു വെക്കുക. കിലോമീറ്ററിന്റെ പേര് ഹവറാണ്, മീറ്ററിന്റെ പേര് സെക്കൻഡ് ആണ്. ഇനി മിനിറ്റ് ആണ് തരുന്നതെങ്കിൽ ഹവറിലേക്കോ സെക്കൻഡിലേക്കോ മാറ്റണം. സ്പീഡിന്റെ യൂണിറ്റ് 2 കിലോമീറ്റർ പെർ ഹവറോ മീറ്റർ പെർ സെക്കൻഡോ. അതെങ്ങനെയാണ് മാറ്റുക എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെ മാറ്റാം, മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ ഹവറിലേക്ക് എങ്ങനെ മാറ്റാം, പഠിച്ചു വെച്ചോ. കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 8, 5/18 18/5 ഉണ്ട്. അപ്പൊ ആ സമയം കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം എന്ന് ഓർമ്മയിലേക്ക് വെക്കണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. കിലോമീറ്റർ പെർ ഹവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കണം. പക്ഷെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും.
കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 18/5 ആണോ അതോ 5/18 ആണോ? അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നി. അപ്പൊ ആ ഡൗട്ട് തോന്നാതിരിക്കാൻ ഇങ്ങനെ ആലോചിക്കുക, കിലോമീറ്റർ പെർ ഹവർ വലുതാ, മീറ്റർ പെർ സെക്കൻഡ് ചെറുതാ. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ചെറുതാക്കുമ്പോ ചെറിയ നമ്പർ മുകളിൽ കൊടുക്കണം, 5, താഴെ 18, 5/18. മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ വലുതാക്കുക ചെയ്യുന്നത്. കിലോമീറ്റർ പെർ ഹവറാ വലുതാക്കുമ്പോ വലിയ സംഖ്യ മുകളിൽ യൂസ് ചെയ്യുക, 18/5. അങ്ങനെ ഓർത്താ മറക്കൂല. റെഡിയല്ലേ? അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. മണിക്കൂറിൽ 52 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ബസ് 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? തുടങ്ങാം. മണിക്കൂറിൽ 52 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞ സ്പീഡ് തന്നിട്ടുണ്ട് 52 കിലോമീറ്റർ പെർ ഹവർ. അതാണ് അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. 52 കിലോമീറ്റർ പെർ ഹവർ ആണ് സ്പീഡ്. ഇനി സമയം തന്നിട്ടുണ്ട്, ടൈം എന്ന് പറഞ്ഞാൽ 6 ഹവർ ആണ്. എത്ര ദൂരം സഞ്ചരിക്കും എന്ന് ചോദിച്ചാൽ ദൂരം കാണണം. ദൂരം കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുക ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് 52 ഗുണിക്കണം 6 എന്ന് കിട്ടുന്നുണ്ട്. 52ന് 6 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 2 6 12, 1 ശിഷ്ടം 6 5 30, 1 31. ഉത്തരം 312 കിലോമീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 312 കിലോമീറ്റർ. ഓക്കെ, നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ഗുണിക്കൊന്നും വേണ്ട. 6 2 ഗുണിക്കുമ്പോൾ എന്തായാലും അവസാനത്തെ സംഖ്യ 2. അവസാനത്തെ സംഖ്യ 2 വരുന്ന ഒറ്റ ഓപ്ഷനെ അവിടെയുള്ളൂ, ഓപ്ഷൻ ബിയിലേക്ക് പോവാ. അല്ലാതെ കംപ്ലീറ്റ് ഗുണിച്ചു നോക്കണമെന്നൊന്നുമില്ല. ഇനി വേണമെങ്കിൽ സേഫിന് വേണ്ടിയിട്ടൊന്ന് ഗുണിച്ചു നോക്കിയാൽ മതി. അടുത്ത ചോദ്യം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 90 മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും, അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കും? തുടങ്ങാം. മണിക്കൂറിൽ 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ബസിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ പെർ ഹവർ ആണ് ബസിന്റെ സ്പീഡ്. ഈ ബസ് 90 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ടൈം എത്രയാ? 90 മിനിറ്റ്. നമുക്ക് ദൂരം കാണണം. ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കിലോമീറ്റർ പെർ ഹവറിലാണ് സ്പീഡ് തരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ടൈം ഹവറിലായിരിക്കണം. ടൈമിന്റെ പെയർ ഹവറാ. ഏതൊക്കെ പെയർ? കിലോമീറ്റർ പെർ ഹവറിന്റെ പേരാരാ? ഡിസ്റ്റൻസ് കിലോമീറ്ററിലായിരിക്കണം, ടൈം ഹവറിലായിരിക്കണം, സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കണം. ഇവിടെ സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിലാ, ടൈം മിനിറ്റിലാ. നിർബന്ധമായിട്ടും ആ മിനിറ്റിനെ ഹവറിലേക്ക് മാറ്റണം. മിനിറ്റിനെ ഹവറിലേക്ക് മാറ്റാനായിട്ട് 90നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിനിറ്റ് ഹവറിലേക്ക് മാറ്റും. 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇയാൾ എന്തായി മാറി? ഹവറായി മാറി. ഇനി കാണാൻ സ്പീഡ്, ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 60, ടൈം എത്രയാ? 90/60. 60ഉം 60ഉം വെട്ടിയാൽ ഉത്തരം കിട്ടുന്നു 90. അപ്പൊ ഡിസ്റ്റൻസ് കിട്ടുക 90 കിലോമീറ്റർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ സ്പീഡ് 60 ആണ്, ടൈം 90 മിനിറ്റ് ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു മിനിറ്റ് അല്ല, ഇതിന്റെ പേര് ഹവർ ആണ്. അപ്പൊ ഹവറിലേക്ക് മാറ്റണം. മിനിറ്റിനെ ഹവറിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Therefore ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 60 ആണ്, ടൈം 90/60. 60 60ഉം വെട്ടി ഉത്തരം കിട്ടുന്നു 90 കിലോമീറ്റർ. ഇതിങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അത് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ നല്ലൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ നല്ലതാണ്. എന്താണ് ഇത് ചെയ്യാനുള്ള കുറച്ചും കൂടെ നല്ലൊരു ട്രിക്ക്? 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 90 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? എടാ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് ആരേക്ക് 60 മിനിറ്റിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പൊ 90 മിനിറ്റിൽ എത്ര കിലോമീറ്റർ ആയിരിക്കും? സ്വാഭാവികമായിട്ടും 90 കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിക്കുക. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ ചെയ്താൽ മതി. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. എടാ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ 90 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ ഇങ്ങനെ പറയാം, 60 മിനിറ്റില് 60 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ 90 മിനിറ്റില് എത്ര കിലോമീറ്റർ ആയിരിക്കും? 90 കിലോമീറ്റർ അല്ലെ? 60നെ 1 കൊണ്ട് ഗുണിച്ചപ്പോൾ 60 കിട്ടി. അപ്പൊ 90നെ 1 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ഉത്തരം കിട്ടും 90. അങ്ങനെ സിമ്പിൾ ആയിട്ട് കാണാം. അടുത്ത ചോദ്യം. 50 മീറ്റർ സഞ്ചരിക്കാൻ രാജുവിന് 18 സെക്കൻഡ് വേണ്ടി വന്നു എങ്കിൽ രാജുവിന്റെ വേഗം എത്ര കിലോമീറ്റർ പെർ ഹവർ? സ്പീഡ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തുടങ്ങാം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാ? 50 മീറ്റർ. ടൈം തന്നിട്ടുണ്ട് എത്രയാ? 18 സെക്കൻഡ്.
നമുക്ക് കാണേണ്ടത് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 50 ആണ്. ബൈ ടൈം എത്രയാണ്? 18 ആണ്. 50/18 മീറ്റർ പെർ സെക്കൻഡ്. കാരണം ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും. അപ്പൊ സ്പീഡിന്റെ യൂണിറ്റ് 50/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ സ്പീഡ് കിട്ടി 50/18. പക്ഷെ ഓപ്ഷനിൽ എവിടെയും 50/18 ഇല്ല. എന്താ പ്രശ്നം? തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അതിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 50/18 എന്ന് പറയുന്ന സംഖ്യയെ 18/5 കൊണ്ട് ഗുണിച്ചാൽ അത് കിലോമീറ്റർ പെർ ഹവർ ആയിട്ട് മാറും. ഇനി സിമ്പിളാ. 18 വെട്ടി 5 ഒരു 5, 50 15. ഉത്തരം 10 കിലോമീറ്റർ പെർ ഹവർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ അതാ പറഞ്ഞത്, യൂണിറ്റ് ശ്രദ്ധിക്കണം. അടുത്തത്, 100 മീറ്റർ സഞ്ചരിക്കാൻ രാജുവിന് 36 സെക്കൻഡ് വേണ്ടി വന്നുവെങ്കിൽ രാജുവിന്റെ വേഗം എത്ര കിലോമീറ്റർ പെർ ഹവർ? തുടങ്ങാം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 100 മീറ്റർ, ടൈം തന്നിട്ടുണ്ട് 36 സെക്കൻഡ്. രാജുവിന്റെ സ്പീഡ് കണ്ടെത്തണം. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 100 ആണ്, ടൈം 36 ആണ്, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ ചോദ്യത്തിൽ ചോദിച്ചത് കിലോമീറ്റർ പെർ ഹവറാ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാനായിട്ട് ചെയ്യേണ്ടത് 18/5 കൊണ്ട് ഗുണിക്കണം. തുടങ്ങാം. 18 ഒരു 18, 36 2 18 ആണ്. 5 ഒരു 5 ആണ്. 100 എത്ര 5? 25 ആണ് അല്ലെ? 10 5 50, 25 100. 20/2 അവിടെയും ഉത്തരം കിട്ടുന്നു. 10 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ പറയാം. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം 100/36. മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കണം. 18 ഒരു 18 ആണ്. 36 2 18 ആണ്. 5 ഒരു 5 ആണ്. 100 25 ആണ്. അപ്പൊ ഉത്തരം 20/2 10 കിലോമീറ്റർ പെർ ഹവർ സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് കടക്കാം. ഒരു ട്രെയിന് 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ 20 മിനിറ്റ് സമയമെടുക്കുന്നു എങ്കിൽ ഈ ട്രെയിനിന്റെ വേഗം കിലോമീറ്ററിൽ എത്ര, കിലോമീറ്റർ പെർ ഹവറിൽ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു ട്രെയിന് 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ 20 മിനിറ്റ് സമയമെടുക്കുന്നു എങ്കിൽ ഈ ട്രെയിനിന്റെ വേഗം എത്ര? ചെയ്ത് നോക്കാം. അപ്പൊ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാ? 30 കിലോമീറ്റർ. ടൈം തന്നിട്ടുണ്ട് എത്രയാ? 20 മിനിറ്റ്. സ്പീഡ് കാണണം കിലോമീറ്റർ പെർ ഹവറിലാ. കിലോമീറ്റർ പെർ ഹവറിലാണെങ്കിൽ കിലോമീറ്ററിന്റെ പേര് ഹവർ ആണ്. 20നെ ഹവറിലേക്ക് മാറ്റാൻ 20/60 കൊണ്ട് ഹരിച്ച ഹവറിലേക്ക് മാറ്റാം. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാ? 30 ആണ്. ബൈ ടൈം എന്ന് പറഞ്ഞാൽ 20/60 ആണ്. ഇങ്ങനെ വന്നാൽ മുകളിലെ സംഖ്യ അതുപോലെ വെക്കുക. താഴത്തെ സംഖ്യയുടെ റെസിപ്രോക്കൽ, അതായത് താഴത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. 30 × 60 ഡിവൈഡഡ് ബൈ 20. 0 വെട്ടുന്നു. 2 ഒരു 2, 6 3 2, 3 × 30 90 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ഇക്വേഷൻ. പക്ഷെ ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. അത് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയും നോക്കാം. ഒരു ട്രെയിന് 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ 20 മിനിറ്റ് എടുക്കുന്നുവെങ്കിൽ ഒരു ഹവറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? അതല്ലേ സ്പീഡ് എന്ന് പറഞ്ഞാൽ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹവറിൽ എത്ര സഞ്ചരിക്കും? അപ്പൊ തുടങ്ങാം. കാര്യമായിട്ട് ശ്രദ്ധിക്കുക. 30 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് അയാൾക്ക് 20 മിനിറ്റ് സമയം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ട്രെയിനിന്റെ വേഗം കിലോമീറ്റർ പെർ ഹവറിൽ എത്ര? അപ്പൊ തിരിച്ചു പറയാം. 20 മിനിറ്റ് കൊണ്ട് ട്രെയിന് 30 കിലോമീറ്റർ സഞ്ചരിക്കും. നമുക്ക് സ്പീഡ് കാണണമെങ്കിൽ ഒരു ഹവറിൽ ട്രെയിൻ എത്ര പോകും നോക്കിയാൽ മതി. ഒരു ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ 60 മിനിറ്റ് കൊണ്ട് ട്രെയിൻ എത്ര സഞ്ചരിക്കും എന്ന് കണ്ടാൽ മതി. എങ്ങനെ ഇത് കാണുക? ഇത് കാണാനായിട്ട് പരസ്പരം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. എങ്ങനെയാ? 60 × 30 ഡിവൈഡഡ് ബൈ 20 ചെയ്യാം. 0 0 വെട്ടി 2 ഒരു 2 ആണ്. 60 30 2, 30 × 3 90. സിമ്പിൾ അല്ലേ? ഒന്നും കൂടെ കാണിക്കാം. ശരിക്കും ശ്രദ്ധിച്ചോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. നന്നായിട്ട് ആലോചിച്ച് ചെയ്യാം. അതായത് 20 മിനിറ്റ് കൊണ്ട് ട്രെയിന് 30 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിൽ എത്രയാന്ന് ചോദിച്ചാൽ 1 മണിക്കൂറിൽ ട്രെയിൻ എത്ര സഞ്ചരിക്കും? അതാണ് ചോദ്യം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റിൽ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കും? അതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്താൽ മതി.
60 × 30 ഡിവൈഡഡ് ബൈ 20. 0 വെട്ടി 2 ൽ 2, 60 ൽ 3, 2 32, 30 × 3 90. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി 90. സിമ്പിൾ ആണ്. അടുത്തത്, ഒരു തീവണ്ടി 36 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? തുടങ്ങാം. ഒരു തീവണ്ടി 36 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇവിടെ പറഞ്ഞ എന്താ, ഒരു ഹവറിൽ 36 കിലോമീറ്റർ സ്പീഡ്. ഒരു ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ 60 മിനിറ്റിലെ സ്പീഡ് 36 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? സിമ്പിളാ. ഒന്നും കൂടെ പറയാം. 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. അപ്പൊ 60 മിനിറ്റിൽ 36 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റിൽ എത്ര കിലോമീറ്റർ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യ്. 3 × 36 ഹരിക്കണം 60 എന്ന് കിട്ടുന്നുണ്ട്. 36ലും 60ലും കോമൺ ആയിട്ട് 12 ഇല്ലേ? 36ൽ 3 12 ആണ്. 60ലാണെങ്കിൽ 5 12. ഉത്തരം 3 9 ഹരിക്കണം 5. 5 കൊണ്ട് ഹരിക്കാൻ സിമ്പിളാ. മുകളിലുള്ള സംഖ്യയുടെ ഡബിൾ എടുക്കുക. 9ന്റെ ഡബിൾ 18. എന്നിട്ട് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 5 കൊണ്ട് ഹരിക്കുക. ഉത്തരം 1.8 കിലോമീറ്റർ. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. അപ്പൊ ഒന്നും കൂടെ, 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റിൽ 36. അപ്പൊ 3 മിനിറ്റിൽ എത്രയാ എന്ന് നോക്കാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 × 36/60. രണ്ടിലും കോമൺ ആയിട്ട് 12 ഉണ്ട്. 36ൽ 3 12, 60ൽ 5 12, 3 9, താഴെ 5. 9 ഹരിക്കണം 5. സാധാ പോലെ ഹരിച്ചു നോക്കാൻ നീക്ക്. അല്ലെങ്കിൽ നീക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഹരിച്ചു നോക്കും. 9ൽ എത്ര 5? 1 5, 1 5 5, 9 5 പോയ 4. പോയിന്റ് ഇട്ട് കൊടുക്കുന്നു, 0 ഇട്ട് കൊടുക്കുന്നു. 40ൽ 8 5, 8 5 40, 40/40 0. ഉത്തരം 1.8. അല്ലെങ്കിൽ 5 കൊണ്ട് ഹരിക്കാൻ സിമ്പിളാ. മുകളിലത്തെ സംഖ്യയുടെ ഡബിൾ എടുക്കുക. ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. 9ന്റെ ഡബിൾ 18 ആണ്. ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുത്താൽ 1.8. ഉത്തരം ഓപ്ഷൻ സി. അടുത്തത് നോക്കാം, ശ്രദ്ധിച്ചോ. തീവണ്ടിയിൽ 210 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു. തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര km/h ആണ്? തുടങ്ങാം. ശ്രദ്ധിച്ചോ, നന്നായിട്ട് നോക്കണേ. തീവണ്ടിയിൽ 210 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മണിക്കൂർ 30 മിനിറ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര km/h ആണ് എന്നാണ് ചോദ്യം. നമുക്ക് കണ്ടെത്തേണ്ടത് സ്പീഡാണ് എന്ന് മനസ്സിലാക്കാം. തീവണ്ടിയുടെ സ്പീഡ് കണ്ടെത്തണം. തീവണ്ടി സഞ്ചരിച്ച സമയമൊക്കെ അവിടെ തന്നിട്ടുണ്ട്. തീവണ്ടിയുടെ സ്പീഡ് കണ്ടെത്തണം. തുടങ്ങാം. ആദ്യം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാ? 210 കിലോമീറ്റർ. ടൈം തന്നിട്ടുണ്ട് 3 മണിക്കൂറും 30 മിനിറ്റും. അതായത് 3.5 മണിക്കൂർ, 3.5 ഹവർ ആണ്. കാണേണ്ടത് സ്പീഡാണ്. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാ? 210. ടൈം എത്രയാ? 3.5. 210ൽ എത്ര 3.5 ഉണ്ട് എന്ന് നോക്കണം. ദാറ്റ് ഈസ് 210 ഹരിക്കണം 3.5 എന്ന് പറഞ്ഞാൽ 7/2 എന്ന് കൊടുത്തൂടെ? 7ന്റെ പകുതിയല്ലേ 3.5. അപ്പൊ ഈ 2 മുകളിലേക്ക് കയറും. ഉത്തരം 210 × 2 ഹരിക്കണം 7. 7ൽ 1 7, 21ൽ 3 7. അപ്പൊ 210ൽ 37. 30 × 2. ഉത്തരം കിട്ടുന്നത് എത്രയാ? 60 km/h എന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് സംഗതി. 60 km/h എന്ന് കിട്ടുന്നുണ്ട്. ഇയാളാണ് പരിപാടി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം, ശരിക്ക് നന്നായിട്ട് നോക്ക്. ഓക്കെ, ഒന്നും കൂടെ പറയാം, നന്നായിട്ട് നോക്ക്. നമ്മളോട് ചോദിച്ച കാര്യം ഇങ്ങനെയാണ്. 3 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 210 കിലോമീറ്റർ എടുത്തുവെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ എടുത്തു? ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. 3.5 മണിക്കൂർ കൊണ്ട് 210 കിലോമീറ്റർ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ? നേരത്തെ ചെയ്ത മാതിരി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 × 210 ഹരിക്കണം 3.5. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുമ്പോൾ കിട്ടുക. ഇതാണ് അത് ചെയ്യാനുള്ള പരിപാടി. അപ്പൊ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ആദ്യ ഭാഗത്തിലെ ചോദ്യങ്ങൾ വരിക. ഈ രീതിയിലാണ്. ഒന്നും കൂടെ ചെയ്തു നോക്കാം. ഒരു കാറ് 60 km/h മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ കാറിന് 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വരും? തുടങ്ങാം. ഒരു കാറ് 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു.
ഈ കാറിന് 150 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വരും? സിമ്പിൾ ആ സാധനം. നോക്ക്, 60 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ. എടാ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ 60 മിനിറ്റില് 60 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ 150 കിലോമീറ്ററിന് എത്ര സമയം വേണം? അപ്പൊ തിരിച്ചെഴുതാം. എങ്ങനെയാ? 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ പറയാം, 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ 60 മിനിറ്റ് എടുക്കുന്നുണ്ട് എങ്കിൽ 150 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് ആയിരിക്കും എടുക്കുക? 150 മിനിറ്റ്. ഈ 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? എടാ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാ. സിനിമയുടെ ഒക്കെ സമയം പോലെ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാ. അതിൽ നിന്ന് ഒരു 10 മിനിറ്റ് കുറച്ചതല്ല. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. അതിനോടൊരു 30 കൂട്ടി 120ഉം 30ഉം 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ 2.5 മണിക്കൂറാണ്. ഉത്തരം 2.5 മണിക്കൂർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം, നന്നായിട്ട് ശ്രദ്ധിച്ച കാര്യം മനസ്സിലാകും, വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഒരു കാറ് 60 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മണിക്കൂർ സമയം വേണം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ 150 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് വേണ്ടി വരും? 150 മിനിറ്റ്. ഈ 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഹവറാണ്? എടാ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഹവറാ. അതിനോട് 30 കൂട്ടിയതാണ് 150 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 2 ഹവറും 30 മിനിറ്റും ടോട്ടൽ 2.5 ഹവർ. ഉത്തരം ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് പരിപാടി. അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം. ഈ ടൈപ്പിലാണ് ചോദ്യങ്ങൾ വരിക. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്, അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ട്രെയിൻ പ്രോബ്ലങ്ങൾ എന്ന് പറയുന്ന ഒരു ടൈപ്പും കൂടെ വരാറുണ്ട്. പല കുട്ടികൾക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ട്രെയിൻ പ്രോബ്ലംസ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ സാധനങ്ങൾ നന്നായിട്ട് കേട്ടു നോക്കുക. അപ്പൊ ഞാൻ നിർത്തുന്നു മക്കളെ. താങ്ക് യു.